Okay bro. Rank push bro. Lobby ആണ്. No bro. Rank push smaller. No ഇല്ല duade. റീകോണേ എന്നൊക്കെ കടന്ന് റീകോ മറ്റേ കവച്ച് ചെയ്യുന്നുണ്ടോ അവന്മാരെ മുന്നിൽ ഇങ്ങനെ റീകോണേന്ന് വിളിക്കണമാരെ ഞാൻ റീകോണായിട്ട് കവച്ച് ചെയ്യുന്നുണ്ട് സ്ലോ മതിയുടെ 2 ക്ലച്ച് എടുക്കുക സ്ലോ മതിയുടെ അണ്ണാ ശ്രീക്ക് 4 ആക്കാം. അയ്യോ ആക്കടാക്ക വെയിറ്റ് ആക്ക ഗൈസ് പൂജ ചെയ്യാനായിട്ട് ചാറ്റില് എന്തുണ്ട് അണ്ണാ 50 ചലഞ്ച് ചലഞ്ച് ആയിരം ഇപ്പൊ 10 ഡിന്നർ പറ ഈയുടെ 13 ഡിന്നർ 14 ഡിന്നർ പോയതേ ഉള്ളൂ 10 ഡിന്നർ വണ്ടി ആയിപ്പോ വിളിക്കുന്നല്ലോ വിളിക്കുന്നത് തീർന്നില്ലേ? ഞാൻ താഴത്തുനിന്ന് തോക്കെടുത്തിട്ട് വരുന്നു. സോറി ബുള്ളറ്റ് വാരിക്കൊണ്ട് പോലെ ഒന്നും എടുത്തിട്ടില്ല അതിനകത്ത്. ബുള്ളറ്റ് ഉണ്ടോ? 5 ഉണ്ടായിരുന്നു. K5 നെറ്റ് ബാക്ക് വരുന്നുണ്ടോ? ഹലോ വഴിയുന്നുണ്ട് നല്ല സൗണ്ട്. റീകോൺ ആയിരിക്കും എടുത്ത 5.0 എടുത്തോണ്ട് പോയത്. എന്റെ കുറച്ച് പോയുണ്ട്. ഞാൻ പറഞ്ഞില്ല റീകോൺ എടുത്തോണ്ട് പോയത് എന്റെ അവിടെ നിന്ന് ബുള്ളറ്റ് ഞാൻ എടുത്തിട്ടില്ല. താഴെ ഫുട്ട് കിട്ടുമല്ലേ? എന്നെ വേണ്ടെന്ന് പറ. എന്താ വേണ്ട പറ. ഗണ്ണ് എടുത്തിട്ടില്ല. ഗണ്ണല്ല എടുത്തെടുത്ത് 7 പോയിന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അടിക്കൂല കൊണ്ടേ. അത് പ്ലെയർ ആണോ അത്? ഞാൻ വേറെ അടിച്ച ടൈലറെ ഞാനല്ല അടിച്ചത്. നിങ്ങൾ തന്നെ അതന്നെ ഞാൻ മാറിയത്. അതാണ് അങ്ങോട്ട് കയറുന്ന ഇവിടെ തന്നെ ഉണ്ടാ. അല്ല താഴെ തന്നെ ഈകള് താഴെയില്ലേ? മെകളുണ്ടാ. നിങ്ങള് വേറെ എഴുതിയിരിക്കുന്നുണ്ടോ? മെകൾ എന്നെ അടുത്ത് അടിച്ചു. ഞാൻ ഓടി. മെഡില്ല അവനെ അടിച്ചു അടിച്ചായിരുന്നു. അവർക്ക് മെഡ് വേണം. മെഡി തരാം. ട്രോഫി നേരിടാൻ നോക്കി. അവൻ എന്തെങ്കിലും ചെയ്ത് കൊടുത്തേ. അവൻ എന്തെങ്കിലും ഇട്ട് കൊടുത്തേ. ഇട്ട് കൊടുക്ക്. ഉതപ്പ അതിന്റെ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടോ? ഇവനെ ഇതാക്കാം. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്.
നോക്ക് നൈസ്. എത്ര പേരുണ്ടോ മൊത്തം ഇവിടെ? എടാ അങ്ങനെ പോവല്ലടാ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. നീ ഫ്രണ്ടിൽ എത്ര പേരുണ്ടായിരുന്നു? നമുക്കൊന്നും ഏറ്റവും മുകളിൽ ഇറങ്ങി അടിച്ചാലോ? ഞാനിവിടെ സേഫായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ രണ്ടാള് നോക്ക അല്ല ഒരാള് നോക്കാതെ രണ്ടാള് അപ്പൊ എത്ര പേരുണ്ട്? നിന്നെ പിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? വെയിറ്റ് ആക്കാൻ നീ എന്നാ അനങ്ങാ കിടക്കാട്ടോ. സായിപ്പണ്ണ നക്ഷത്രം ഏതാണ്? പൂജം കഴപ്പല്ലേ ബ്രോ? എടാ കേറി നേട് പൊട്ടിയോണ്ട് റൈറ്റിലാണ്. ഒറ്റ ഉള്ളൂ. ഇവ സ്ട്രീം സ്നൈപ്പറാടാ. എന്നെ അവിടെ ഒരിക്കലും കാണാത്ത പ്രശ്നമാണ് കിടക്കണം. അവൻ കണ്ടു വന്ന് അടിച്ചതാണ്. ഉറപ്പാണ് അവൻ സ്ട്രീം സ്നൈപ്പ് ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പൊ വന്നവൻ. നീ സ്ട്രീം ചെയ്യുന്നുണ്ടോ? എടാ ഞാൻ അങ്ങനെ ഒരു പൊസിഷനിലാ ഇരിക്കുന്നത്. അവൻ എങ്ങനെ അറിയാൻ പറ്റും? ഇടുക്കിനകത്താ ഇരിക്കുന്നേ. അതല്ല പൊട്ട, ഞാൻ നിന്നെ ചെക്ക് ചെയ്യുന്നില്ല. ഇങ്ങളെ അവന് കാണാൻ പറ്റുമോ? എടാ അറിയാലോടാ, ഈസി അല്ലേടാ. നമ്മള് വീണ പൊസിഷൻ അറിയാലോ, ഈസി അല്ലേ ബാബാ? എല്ലാരും മകളിൽ തന്നെ. ഇവൻ ഇപ്പൊ വന്നതാ വണ്ടിയല്ലേ. മകളെ ഇറങ്ങി ഏറ്റവും കുഴപ്പമില്ല. ഏറ്റവും മകളിൽ ഇറങ്ങിക്കോ. ഞാൻ ഏറ്റവും മകളിലല്ലേ ഇറങ്ങുള്ളൂ. അടിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം. നമ്മ രണ്ടാളൊപ്പരാണ്. ഞാനുണ്ട്. എന്തൊക്കെയാ പറയാനാ പൊണ്ണ? വിവരമുള്ളവർക്ക് മനസ്സിലാവും. നീ നാലഞ്ച് എല്ലാരും ഒരിടത്താ. 5 പേരുണ്ടോ? ഇറങ്ങല്ലേ. ഇവിടെ ഇറങ്ങല്ലേ. ഇവിടെ ചിക്കൻ അടിക്കാൻ നോക്ക്. ഇവിടെ ഇറങ്ങല്ലേ. മാറിപ്പോ. ഇവിടെ ഇറങ്ങണ്ട. ചിക്കൻ അടിക്കാൻ കളിക്കുക നിങ്ങള്. 5 പേരുണ്ടോ? 6 പേരാണത്. ഞാൻ വരുന്നില്ല. ഹെലികോപ്റ്ററിൽ വരാൻ പറഞ്ഞില്ലേ ട്രെയിലർ? നിങ്ങള് കേറിപ്പോലെ നീ ആളുടെ ഒരുമിച്ച് ക്യാമ്പ് ചെയ്തിരിക്കും. അവൻ അങ്ങോട്ടേക്ക് വരും നിന്റെ അടുത്തോട്ട്. ചിക്കൻ ഡുവോ അടിക്കാൻ നോക്കണേ കേട്ടാ. നിങ്ങളുടെ കയ്യിലാണ് കളിയെ. ക്യാമ്പ് അടിച്ച് സോണോട്ടിൽ പോയിട്ട് അത് കളിച്ചാൽ ഇതുണ്ട് ടൈലറെ. ആ ഹെലികോപ്റ്ററിന്ന് അടിക്കാൻ പറ്റൂല. അറിയൊന്നും മിണ്ടാണ്ട് ഹെലികോപ്റ്ററിന്റെ കുണ്ണ നാക്കി അവനെ പോയി വിക്കിട്ട് പോന്നു. അതാ ലെഫ്റ്റിൽ ആള് വന്നടാ ടൈലറെ. ഈകളെ ബേക്കില് ഇത് വന്നിട്ടുണ്ട്. കാറ് എന്റെ എനിമി അടിയല്ലേ. ഹെലികോപ്റ്ററിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പറന്നിറങ്ങി ഗൈസ്. നമ്മളെ കൂടെ തന്നെ പറന്നിറങ്ങത്തില്ലേ? മണ്ടന്മാരാണോ നിങ്ങള്? ഇങ്ങനെ കളിക്കുന്നുള്ളൂ എല്ലാ ദിവസവും ഇവന്മാർക്ക് ഞാൻ പൊട്ട നമ്മളെ പോലെ തന്നെ പറന്നിറങ്ങത്തില്ലേ? അതുപോലെ ഇറങ്ങണം, മനസ്സിലായി? ഈകളെ ബാക്ക് ഇറങ്ങികളെ. എത്ര പേരുണ്ട്? 7 ഈകളെ. കുറച്ച് മാറി പറഞ്ഞു. ഏറ്റവും പുറകെ പോയിട്ട് പോകാൻ പറ്റും. എല്ലാ ദിവസവും കുണപ്പിക്കാൻ വേണ്ടി പട്ടിവാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സായിപ്പ് ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഓടിക്കാൻ പറ്റില്ല. അവര് കൊണ്ടുപോയി ആക്കും ടീമേറ്റിന്റെ അടുത്ത്. മനസ്സിലായ? ടീമേറ്റിന്റെ അടുത്താ? അന്ന് കടലില ഇട്ടെ. സൂണ്ട സെന്ററിലെ എടാ ടീം. എന്നാ ചെയ്യണത്? വണ്ടി വന്നിട്ട് എവിടെ അടിക്കാൻ നോക്കണ്ട. ഇല്ല ബാക്ക് ഇറങ്ങുന്ന നേരെ. ഇതിന്റെ മേളിലെത്തിയടാ. എത്ര പേരുണ്ടാ? ഇവിടെ ഒരുത്തനേ ഉള്ളു. ഇവിടെ എങ്ങനെയല്ലോ അടിച്ചു പോണം കേട്ടോ. സൗണ്ട് ഇവന്മാരാണ് ഈ അടിക്കുന്നത്. M4 കൊണ്ടൊക്കെ അടിക്കുന്ന ഇവന്മാരെ എവിടാണോ ഈ യോഗൊക്കെ വെച്ച് അടിക്കുന്നത്?
പൂറി മക്കളാവും അവന്മാര് ശ്രീസ്നേപ്പാ ആ വണ്ടിയിൽ ഒതനെ വന്ന് നേരെ വരുമായിരുന്നു അവന്റെ മയിലുകളെ. സംഭവം അവനെ കാത്തു നിൽക്കുന്നേട്ടാ. ഇതാ വാണപ്പൻ ഇതാടാ. എടാ ഇവനല്ലേ സായിപ്പ് വാണപ്പൻ ഒപ്പിയതാ നമ്മളവരെ കളിച്ചാ ഇവനല്ലാന്ന് ഈ സ്ക്രീൻ ഓർമ്മയില്ല എനിക്ക് വാണപ്പന. അടുത്ത വണ്ടി ഇതെന്താ ഇത്? ക്ലാസിക് ആണോ ഗൈസ്? റൂം ആണോ ഗൈസ്? ഇത് എല്ലാരും ഇവിടെ എത്തി. കൊറേ വണ്ടി എത്തി. ഒരു ടീമല്ലോ അതാണ്ടോ വാണപ്പൻ ഒപ്പിയതാ. മോഹിത് എന്നെ അടിച്ച് കുറച്ച് 5 പോയിന്റ് ഉണ്ടോ? ഇല്ല 30-32 മണ്ടൻ കുണ്ണയെന്ന് പറഞ്ഞിരുന്നു കൊറേ പക്ഷികൾ. ഇതിന്റെ മോളില് വിവരം വേണം. ഈ വെള്ളത്തിലേക്ക് ഇനി ഓടിയാലോ? അല്ല ബേക്കില് നിങ്ങൾ അങ്ങോട്ട് കയറി. നിങ്ങൾ കണ്ടന്റ് ഇടയ്ക്ക് കയറികളെ. കണ്ടന്റ് ഇടയ്ക്ക് കയറി. ഞാൻ പറഞ്ഞുതരാം. കളി ഞാൻ പറഞ്ഞുതരാം. അവിടെ നിറവേയില്ലേ കുറെ നിറവേൽ. ചാടത്തില്ല. ഈസി റിവ്യൂ ആണ്. നൈസ് ബ്രോ. എടാ അതെന്നെ വിട്ട എന്നതിനാ? നിങ്ങളെ പൊസിഷൻ പോലും അവൻ കണ്ടിട്ടില്ല. എന്തിനാ താൻ വിട്ട? എന്തിനാ അവൻ അവിടെ എങ്ങാണ്ട് പോയിച്ചു? താൻ എന്നതിനെ വിട്ടതോ അവനെ? അത്ര എത്തിയതല്ലേ? അവൻ കണ്ടില്ല. തന്നെ കണ്ടിട്ട് പോലില്ല. അവൻ തന്റെ അടുത്ത് പോലും വന്നില്ല. എവിടെ കണ്ടിന്? പറയാണ് കണ്ടത്. ഇയാള് ചുമ്മാ ഈ കുണ്ണനൊക്കെ എടുത്ത് ടീമിൽ നിന്ന് കളണം. ആദ്യമേ മയില് പറയുണ്ട് കുണ്ണ കണ്ടെന്ന് പറഞ്ഞ എടുത്തോണ്ട് പോകും. കണ്ടൊന്നുമില്ല. അതാ പിന്നെ അവൻ ആദ്യമേ ചാടി വന്നപ്പോഴല്ല കണ്ടെങ്കിൽ തന്നെ പണ്ടെങ്കിൽ അവൻ ആദ്യം ചാടി കയറി വന്നപ്പോൾ അവനെന്താ കടിച്ചതെന്ന് നീ നോക്കിക്കണേ. അവിടെ റിവൈവ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഒരിക്കലും അവൻ അപ്പുറത്താണ് ചാടിയത്. റിവൈവ് കംപ്ലീറ്റ് 2 റൂം എങ്ങനെ അടിക്കാനുള്ള കുണച്ചിട്ടിട്ട് ഓടുന്നു. ഗൈസ് ഞാൻ സമ്മതിക്കില്ല ഗൈസ്. സൂപ്പർ ചാറ്റും പറയും ഓഫ് ആകില്ല. സ്ട്രീറ്റ് ഇങ്ങനെ അണ്ടി പോയ രീതിയിൽ അടിച്ചാൽ ഓഫ് ആക്കത്തില്ല. ഒരു കുണ്ണെ ഓഫ് ആക്കത്തില്ല. മനസ്സിലായടാ? പോളെ തന്തയില്ലാത്തവന്മാരെ ഒരു പറയും ഓഫ് ആക്കത്തില്ല. സൂപ്പർ സ്ട്രീറ്റ് ഇങ്ങനെ അവരാതെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആക്കും. അണ്ടി വന്ന് മയിലെനിയൊക്കെ വന്നിട്ട് കുണ്ണെ ഓഫാകത്തില്ല ഗൈസ്. ഒരിക്കലും ആവാതില്ല. ഇനി കൂട്ടിയിടും. ആരെല്ലാം കൂട്ടിയിടും. ഞാൻ ആരൊക്കെ ടോപ്പാക്കും. ഞാൻ മയിലുകളെ ഏറ്റവും ടോപ്പ് ആടാക്കും. ഒരു കളിയിൽ 30 മിനിറ്റ് 50 മിനിറ്റ് ആകും. മാറ്റില്ല ഗൈസ്. നമ്മുടെ ഇതല്ല. സ്ട്രീസിനെ പേര് വന്നു മാറ്റണം വേണ്ട ഗൈസ്. എടാ സായിപ്പേ ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവിടെ നോക്കാൻ കിടന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സ്ട്രീം സ്നേപ്പ് ആണ്. അത് പറയാനുള്ള കാരണം എന്താന്ന് അറിയാം? അവൻ വന്ന് ലാസ്റ്റ് എനിമി അടിച്ച് ലാസ്റ്റ് എനിമി അടിച്ച് വന്ന് എന്നെ കൊന്ന്. അന്നാടാണ് ഞാൻ സ്ട്രീം സ്നേപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മറ്റേ സ്ട്രീം സ്നേപ്പ് എന്തുവെന്ന് പോലും അറിയാത്ത വാണങ്ങൾ അവിടെ ഇരുന്ന് കുരയ്ക്കാൻ തുടങ്ങി. കഷ്ടം. നിങ്ങളെ ഫ്രണ്ട് ആയിരിക്കും വാണപ്പൻ ചിലപ്പോ നമ്മുടെ കൂടെ കളിക്കുന്നത്.